എല്ലാവർക്കും റൂംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോളിനോമിയൽസിന്റെ പ്രോബ്ലംസ് ആണ്. നമ്മൾ പോളിനോമിയൽസിന്റെ തിയറി എടുത്തു, അത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നിരിക്കുന്ന ആ മെറ്റീരിയലിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ക്ലാസ് കണ്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, find the degree and leading coefficient of the polynomial p of x equal to 3x square plus 2x plus 1. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിഗ്രിയും ലീഡിംഗ് കോയിഫിഷ്യൻറ്റും ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ ഹയസ്റ്റ് പവർ, അല്ലെ? എക്സിന്റെ ഹയസ്റ്റ് പവർ ആണ് എന്ത്? ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഈസ് എത്രയായിരിക്കും? എക്സ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ലീഡിംഗ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡിംഗ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ വരുന്ന, എക്സിന്റെ ഹയസ്റ്റ് പവർ വരുന്ന ആ ഒരെണ്ണത്തിന്റെ കോയിഫിഷ്യൻ്റ് ഏതാണെന്നുള്ളത്. ഇവിടെ ഹയസ്റ്റ് പവർ വരുന്നത് ഏതാണ്? എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3 ആണ്. സോ ലീഡിംഗ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഓക്കെ, next one, using the remainder theorem, find the remainder when p of x equal to x cube minus 4x square plus x plus 6 is divided by x minus 2. എക്സ് മൈനസ് 2 വെച്ച് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബൈ യൂസിങ് റിമൈൻഡർ തിയറം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റിമൈൻഡർ തിയറം എന്താണ് പറയുന്നത്? പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ എക്സ് മൈനസ് എ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എ ആയിരിക്കും, അല്ലെ? പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ എക്സ് മൈനസ് എ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് പി ഓഫ് എ ആയിരിക്കും. ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഏതാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 6 ആണ്, അല്ലെ? അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? എ ഈക്വൽ ടു 2 ആണ്, അല്ലെ? എക്സ് മൈനസ് എ ആണ്, ഇവിടെ എക്സ് മൈനസ് 2 ആണ്. സോ എ ഈക്വൽ ടു എത്രയായിരിക്കും? 2 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് 2 ആയിരിക്കും നമ്മുടെ റിമൈൻഡർ. പി ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഉള്ളിടത്തെല്ലാം 2 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 2 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 6 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ക്യൂബ് എത്രയാണ്? 8 ആണ്. മൈനസ് 4 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. പ്ലസ് 2 പ്ലസ് 6 എന്ന് വരും. ദാറ്റ് ഈസ് 8 മൈനസ് 4 ഇൻറ്റു 4 16 ആണ്. പ്ലസ് 6 പ്ലസ് 2 എത്ര വരും? 8 എന്ന് വരും. സോ 8 പ്ലസ് 8 എത്രയാണ്? 16 മൈനസ് 16 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ തന്നിരിക്കുന്ന പോളിനോമിയലിനെ എക്സ് മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ മതി. ഡീറ്റെയിൽഡ് സൊല്യൂഷൻ അതിനകത്തുണ്ട്. ഓക്കെ, next, third one, a polynomial p of x has zeros 2, 3, minus 1. If the leading coefficient is 1, find the polynomial. നമ്മൾ ഒരു ഫാക്ടർ തിയറം പഠിച്ചിട്ടുണ്ട്. ഏതാണ്? എ എന്ന് പറയണത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിന്റെ 0 ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? എ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ 0 ആണെങ്കിൽ എക്സ് മൈനസ് എ ഫാക്ടർ ആയിരിക്കും. ഇവിടെ 0 ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 എന്ന് പറയുന്നത് 0 ആണ്, 3 എന്ന് പറയുന്നത് 0 ആണ്, മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്തുവാന്ന് പറഞ്ഞിട്ടുണ്ട്? 1 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ 2 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫാക്ടർ ആയിരിക്കും. 3 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫാക്ടർ ആയിരിക്കും. മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്തെന്ന് പറയാം നമുക്ക്? എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആയിരിക്കും. സോ നമ്മുടെ പോളിനോമിയലിന്റെ 3 ഫാക്ടറുകൾ ഏതൊക്കെയാണ്? എക്സ് മൈനസ് 2, എക്സ് മൈനസ് 3, എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഫാക്ടറുകളാണ്. സോ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം, അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇൻറ്റു, ഞാൻ ഇത് രണ്ടും കൂടി ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ഈ രണ്ട് പോളിനോമിയൽ. ഫസ്റ്റ് എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര വരും? എക്സ് സ്ക്വയർ എന്ന് വരും. ദെൻ എക്സ് ഇൻറ്റു 1, അല്ലെ? അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എക്സ് വരും. അടുത്ത ഏതാണ്? മൈനസ് 3 ഇൻറ്റു എക്സ്. അപ്പോൾ എത്ര വരും? മൈനസ് 3x. അടുത്ത ഏതാണ്? മൈനസ് 3 ഇൻറ്റു 1, ദാറ്റ് ഈസ് മൈനസ്
3 എന്ന് വരും അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇൻറ്റു എന്ത് വരും, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് മൈനസ് 3x എത്ര വരും, മൈനസ് 2x എന്ന് വരും, മൈനസ് 3 എന്ന് കിട്ടും. അഗെയിൻ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം, ഈ എക്സ് മൈനസ് 2നെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ആദ്യം എക്സ് വെച്ച് ഇതിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ മൈനസ് 2 വെച്ച് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എത്ര വരും, എക്സ് ക്യൂബ്, അടുത്ത എന്ത് വരും, എക്സ് ഇൻറ്റു മൈനസ് 2x ഇപ്പം എത്ര വരും, മൈനസ് 2x സ്ക്വയർ, അടുത്ത ഏതാണ്, എക്സ് ഇൻറ്റു മൈനസ് 3 ഇപ്പം എത്ര വരും, മൈനസ് 3x, നെക്സ്റ്റ് ഏതാണ്, മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ, സോ മൈനസ് 2x സ്ക്വയർ എന്ന് വരും. ദെൻ മൈനസ് 2 ഇൻറ്റു മൈനസ് 2x എത്ര വരും, പ്ലസ് 4x, ലാസ്റ്റ് മൈനസ് 2 ഇൻറ്റു മൈനസ് 3 ദറ്റ് ഈസ് പ്ലസ് 6 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്, എക്സ് സ്ക്വയറിൻ്റെ ഏതൊക്കെയുണ്ട്, മൈനസ് 2x സ്ക്വയർ ഉണ്ട്, മൈനസ് 2x സ്ക്വയർ ഉണ്ട്, സോ മൈനസ് 4x സ്ക്വയർ എന്ന് വരും. അടുത്ത ഏതാണ്, എക്സിന്റെ മൈനസ് 3x ഉണ്ട്, പ്ലസ് 4x ഉണ്ട്, സോ 4x മൈനസ് 3x എന്ന് പറയുമ്പോൾ എത്ര വരും, പ്ലസ് x എന്ന് കിട്ടും. അടുത്ത കോൺസ്റ്റന്റ് ഏതാ ഉള്ളത്, 6 മാത്രമേ ഉള്ളൂ, സോ പ്ലസ് 6 എന്ന് കിട്ടും. ദെയർഫോർ നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും, എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 6 ആയിരിക്കും നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സൊല്യൂഷൻ PDF ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയാൽ മതി. ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് 5x ക്യൂബ് പ്ലസ് 8x സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 2, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പോളിനോമിയൽ എക്സ് മൈനസ് 2 വെച്ച് ഡിവിസിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. അതായത് നമ്മൾ ഫാക്ടർ തിയറത്തിൽ പറഞ്ഞിരുന്നു എന്തായിരുന്നു, ഇഫ് പി ഓഫ് എക്സ് എക്സ് മൈനസ് എ വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ആ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഒരു പോളിനോമിയലിന്റെ 0 ആയിരിക്കും. ആ ഒരു പോളിനോമിയലിന്റെ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഓഫ് എ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, 0 എന്ന് കിട്ടും അല്ലെ. ഒരു പോളിനോമിയലിനെ എക്സ് മൈനസ് എ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ പോളിനോമിയലിന്റെ 0 ആയിരിക്കും. അതായത് പി ഓഫ് എ ഈക്വൽ ടു എന്തെന്ന് കിട്ടും, നമുക്ക് 0 എന്ന് കിട്ടും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് പി ഓഫ് എക്സ് വെച്ച് ഡിവിസിബിൾ ആണെന്നാണ്, പി ഓഫ് എക്സിനെ എക്സ് മൈനസ് 2 വെച്ച് ഡിവിസിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പി ഓഫ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, പി ഓഫ് 2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2⁴. പി ഓഫ് 2 എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് ഉള്ളിടത്ത് എല്ലാം 2 ഇട്ട് കൊടുക്കുക, ദാറ്റ് ഈസ് 2⁴ മൈനസ് 5 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് 8 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് കെ ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 0 എന്ന് കിട്ടും. 2⁴ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 മൈനസ് 5 ഇൻറ്റു 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 പ്ലസ് 8 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 മൈനസ് 5 ഇൻറ്റു 2 is 10 പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 16 മൈനസ് 5 ഇൻറ്റു 8 എത്രയാണ്, 40 പ്ലസ് 8 ഇൻറ്റു 4 ദാറ്റ് ഈസ് 32 മൈനസ് 10 പ്ലസ് കെ ഈക്വൽ ടു 0. സോ 32 പ്ലസ് 16 എത്ര വരും, 48 എന്ന് വരും, മൈനസ് 40 മൈനസ് 10 എത്ര വരും, 50 പ്ലസ് കെ ഈക്വൽ ടു 0. അതായത് 48 മൈനസ് 50 എന്ന് പറയുമ്പോൾ എത്ര വരും, -2 വരും, -2 പ്ലസ് കെ ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് കെ ഈക്വൽ ടു എത്ര എന്ന് കിട്ടും, 2 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ദ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആർ 5 and 6 റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ദ പോളിനോമിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആൽഫയും ബീറ്റയും സീറോസ് ആണെങ്കിൽ, ആൽഫയും ബീറ്റയും സീറോസ് ആണെങ്കിൽ നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ ആയിരിക്കും. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് സീറോസ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 5 എന്നും തന്നിട്ടുണ്ട്, അതുപോലെ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് 6 എന്നും തന്നിട്ടുണ്ട്. സോ നമ്മുടെ പോളിനോമിയൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. സോ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. സോ നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് ഏതായിരിക്കും, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഫൈൻഡ് ദ റിമൈൻഡർ വെൻ എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഇസ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1.
x+1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതായിരുന്നു ഏതാണ് റിമൈൻഡർ തിയറം വെച്ച് എന്തായിരിക്കും x-a വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് ഏതാണ് പി ഓഫ് എ ആണ്. സോ ഇവിടെ ഏതാണ് x+1 ആണ് അല്ലെ. x+1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും x-1 എന്ന് എഴുതാം അല്ലെ. ഈ ഒരു x-a എന്നുള്ള ഫോമിൽ എഴുതാനായിട്ട് എന്ത് ചെയ്തു x-1 എന്ന് എഴുതി. അതായത് a എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും -1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. എയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും പി ഓഫ് -1 ആയിരിക്കും റിമൈൻഡർ. സോ പി ഓഫ് -1 എന്ന് പറയുന്നത് എന്ത് വരും എക്സിന് പകരം -1 കൊടുക്കുക. സോ -1³ പ്ലസ് 3 × -1 സ്ക്വയർ പ്ലസ് 3 × -1 പ്ലസ് 1 എന്ന് വരും. സോ -1³ എന്ന് പറയുന്നത് എത്രയാണ് -1. -1ന്റെ സ്ക്വയർ എത്രയാണ് 1 ആണ്. സോ 1 × 3 എത്ര വരും 3 എന്ന് വരും. അടുത്തത് 3 × -1 എത്ര വരും -3 വരും പ്ലസ് 1 എന്ന് വരും. 3 × 3 കട്ടാവും -1 പ്ലസ് 1 കട്ടായി പോകും. എന്ത് കിട്ടും നമുക്ക് 0 എന്ന് കിട്ടും. അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടുന്നത് റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ റിമൈൻഡർ വെൻ x³ -2x² പ്ലസ് x+2 ഈസ് ഡിവൈഡഡ് ബൈ x-1. x-1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ്. സോ ഏതായിരിക്കും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പി ഓഫ് 1 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും എക്സിന് പകരം 1 കൊടുക്കുക. ദാറ്റ് ഈസ് 1³ മൈനസ് 2 × 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 - 2 പ്ലസ് 1 പ്ലസ് 2 എന്ന് വരും. 2 ും 2 കട്ടായി പോകും 1ഉം ഓക്കെ. സോ 2 ും 2 കട്ടായി പോകും 1 + 1 എത്ര എന്ന് വരും നമുക്ക് 2 എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും റിമൈൻഡർ ഈക്വൽ ടു 2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചെക്ക് വെദർ x+2 ഈസ് എ ഫാക്ടർ ഓഫ് ദിസ് വൺ ഓർ നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. x+2 എന്ന് പറയുന്നത് ഇതിന്റെ ഫാക്ടർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫാക്ടർ ആണെങ്കിൽ എന്തായിരിക്കും ഇതൊരു ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് -2 എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. x+2 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് -2 എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഓഫ് -2 കണ്ടുപിടിക്കാം അല്ലെ. പി ഓഫ് -2 എന്ന് പറയുമ്പോൾ എന്ത് വരും -2³ പ്ലസ് 3 × -2 സ്ക്വയർ പ്ലസ് 3 × -2 പ്ലസ് 1 അല്ലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും -2ന്റെ ക്യൂബ് എത്ര വരും -8 പ്ലസ് 3 × -2ന്റെ സ്ക്വയർ എത്രയാണ് 4 മൈനസ് 3 × -2 എത്ര വരും -6 പ്ലസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് -8 പ്ലസ് 12 -6 പ്ലസ് 1 എന്ന് വരും അല്ലെ. സോ എത്ര കിട്ടും 8 × 14 -14 പ്ലസ് 13 എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് -1 ആണ് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും x+2 എന്ന് പറയുന്നത് ഈ ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ലോങ് ഡിവിഷൻ വെച്ച് എങ്ങനെ പറയാനായിട്ട് പറ്റും എങ്ങനെയാണ് നമുക്ക് ലോങ് ഡിവിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. x³ പ്ലസ് 3x² പ്ലസ് 3x പ്ലസ് 1 അല്ലെ. ഇതിനെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ x+2 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ x+2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ x³ എന്ന് പറയുന്ന ടേം വരണം. ഇവിടെ x³ എന്ന് പറയുന്ന ടേം വരണമെങ്കിൽ ഈ x+2നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും വരുന്നത് x² വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് കിട്ടും നമുക്ക് x² × x+2 ഏതാണ് വരുന്നത് x³ പ്ലസ് 2x² എന്ന് വരും. ഇനി നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. നമ്മൾ സാധാ ഡിവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ എങ്ങനെ വരും x³ - x³ ദാറ്റ് ഈസ് 0 3x² - 2x² എത്ര എന്ന് വരും പ്ലസ് x² എന്ന് വരും. ബാലൻസ് അതേപടി എടുത്തെഴുതുക ദാറ്റ് ഈസ് 3x പ്ലസ് 1 എന്ന് വരും അല്ലെ. ഇനി നോക്കി ഇവിടെ x² വരണമെങ്കിൽ ഇതിനെ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അതിനെ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും x² പ്ലസ് 2x എന്ന് വരും. അഗൈൻ എന്ത് വരും x² - x² 0 3x - 2x പ്ലസ് x എന്ന് വരും പ്ലസ് 1 എന്ന് വരും. ഇനി ഇവിടെ x വരണമെങ്കിൽ എന്താണ് ഇത് അതേപടി എഴുതിയാൽ മതി അല്ലെ. സോ എന്ത് വരും പ്ലസ് 1 കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും 1 × x+2 എന്ന് പറയുന്നത് എന്ത് വരും x+2 എന്ന് വരും. ദാറ്റ് ഈസ് x - x 0 1 - 2 എത്ര എന്ന് വരും -1 എന്ന് വരും. അതായത് x² പ്ലസ് x+1നെ
x+2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എന്ന് പറയുന്നത് ഏതാണ്? -1 ആണ്. അത് തന്നെയല്ലേ ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളോട് ബൈ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ലോങ് ഡിവിഷൻ വെച്ച് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു മെത്തേഡ്, അതായത് റിമൈൻഡർ തിയറം വെച്ച് നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടറൈസ് ദ പോളിനോമിയൽ. നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിനെ ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കേസിലും ഫാക്ടറൈസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് തരുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് നോക്കുക. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? 6 ആണ്. കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? -6 ആണ്. സോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? -36 എന്ന് കിട്ടും. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് അതിവിടെ എത്രയാണ്? 6 ആണ്. കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? -6 ആണ്. സോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -36 എന്ന് കിട്ടും. ഇനി നോക്കി, പ്രോഡക്റ്റ് -36ഉം അതുപോലെ തന്നെ സം എന്ന് പറയുന്നത്, എക്സിന്റെ കോയിഫിഷ്യന്റ് സം എന്ന് പറയുന്നത് 5ഉം വരുന്ന രീതിയിലുള്ള രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -36ഉം സം എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ് അതെത്രയാണ്? 5 വരുന്ന രീതിയിലുള്ള രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കുക. പ്രൊഡക്റ്റ് -36 വരണമെങ്കിൽ നമുക്ക് ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? ഞാൻ 36ഉം -1ഉം എടുത്തു. പ്രൊഡക്റ്റ് എത്ര വരും? -36 എന്ന് വരും അല്ലേ? അല്ലെങ്കിൽ ഞാൻ 18ഉം -2ഉം എടുത്തു. പ്രൊഡക്റ്റ് എത്ര വരും? -36 വരും. ഇനി അല്ലെങ്കിൽ എങ്ങനെ വരും? 9ഉം അതുപോലെ തന്നെ ഇതെടുക്കാം, 9 അല്ല 12 എടുക്കാം. 12 ഇൻറ്റു -3, 12ഉം -3ഉം കൂടെ പ്രൊഡക്റ്റ് എത്ര വരും? -36 വരും. 9ഉം -4ഉം പ്രൊഡക്റ്റ് എത്ര വരും? -36 വരും. ഇങ്ങനെ നമുക്ക് ഈ സൈഡിൽ 1 2 3 4 കൊടുത്തു കഴിയുമ്പോൾ ഏതാണ് കിട്ടുന്നത് നോക്കുക അല്ലെ? 36ന്റെ കൂടെ -1 വരുമ്പോൾ -36 വരും. 1 കഴിഞ്ഞാൽ പിന്നെ 2 നോക്കുക. 2 വെച്ച് ഏതാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് -36 കിട്ടുന്നത്. അടുത്ത -3 ഇൻറ്റു 12 ചെയ്താൽ -36 കിട്ടും. -4 ഇൻറ്റു 9 ചെയ്താൽ -36 കിട്ടും. ഇവിടെ മൈനസ് എടുത്തതിന് പകരം ഇവിടെ എടുത്താലും എന്താണ്? സെയിം പോലെ തന്നെയാണ് അല്ലെ? ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് കിട്ടും. ഇനി നമുക്ക് സമ്മ്, ഇതിൽ ഏതാണ് സമ്മ് 5 വരുന്നത് നോക്കുക. 36 -1 സം എന്ന് പറയുന്നത് 5 അല്ല. 18 -2 എന്ന് പറയുമ്പോൾ എത്ര വരും? സമ്മ് 16 ആണ് വരുന്നത്, 5 കിട്ടില്ല. 12 -3 എന്ന് പറയുമ്പോൾ സം എത്രയാണ് വരുന്നത്? 9 ആണ് വരുന്നത്, അതും കിട്ടില്ല. 9 -4 എന്ന് പറയുമ്പോൾ സം എത്ര വരും? 9 - 4 = എത്ര എന്ന് കിട്ടും? 5 എന്ന് കിട്ടും. അതായത് സമ്മ് അല്ല, പ്രൊഡക്റ്റ് -36ഉം സമ്മ് 5 വരുന്ന നമ്പറുകൾ ഏതൊക്കെയായിരിക്കും? 9ഉം -4ഉം ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ പോളിനോമിയലിന്റെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 6ഉം കോൺസ്റ്റന്റ് ടൈം -6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് -36 എന്ന് നമുക്ക് കിട്ടി. ഇനി സം എന്ന് പറയുന്നത് ഏതായിരിക്കണം? എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിരിക്കണം സം വരേണ്ടത്. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് എഴുതി നോക്കുക. അപ്പം പോസിബിലിറ്റീസ് എഴുതി നോക്കിയപ്പോൾ പ്രൊഡക്റ്റിന് കുറച്ച് പോസിബിലിറ്റീസ് കിട്ടി. അത് വെച്ച് സമ്മ് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9ഉം -4ഉം ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഇനി ഈ 5x പകരം എങ്ങനെ എഴുതാം? നമുക്ക് 5x പകരം 9x - 4x എന്ന് എഴുതാം. ഓക്കെ, 5x അതല്ലേ 5x എന്ന് പറയുന്നത്. നോക്കി, 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് 9x - 4x എന്ന് എഴുതാം. ആ 5xനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രണ്ട് നമ്പർ കണ്ടുപിടിക്കുന്നത്. സോ 5xന് പകരം നമ്മൾ എന്തെന്ന് കൊടുത്തു? 9x - 4x എന്ന് കൊടുത്തു. അതായത് 6x² + 5x - 6നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6x² + 9x - 4x - 6 എന്ന് എഴുതാം. ഇനി ആദ്യത്തെ രണ്ടെണ്ണം കമ്പൈൻ ചെയ്യുക, അടുത്ത രണ്ടെണ്ണവും കമ്പൈൻ ചെയ്യുക. അപ്പം ഈ ആദ്യത്തെ രണ്ടെണ്ണം കമ്പൈൻ ചെയ്യുമ്പോൾ നോക്കിയാൽ ഇവിടുന്ന് കോമൺ ആയിട്ട് നമുക്ക് ഏതെടുക്കാൻ പറ്റും? 6x² ഉണ്ട്, 9x ഉണ്ട്. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 3x ആണ് അല്ലെ? 3x ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എന്ത് വരും? 6ൽ നിന്നും 3 പോയാൽ ബാലൻസ് 2 വരും. x² നിന്ന് x പോയാൽ ബാലൻസ് എന്ത് വരും? x വരും. ഇനി 9ൽ നിന്നും 3 പോയാൽ 9/3 എത്രയാണ്? 3 ആണ്. സോ ബാലൻസ് എന്ത് വരും? 3 വരും. xും കൂടി പോകും. സോ 2x + 3 എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് നമുക്ക് ഏതാണ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുന്ന നോക്കി. ഇവിടെ 4x ഉണ്ട്, ഇവിടെ -6 ഉണ്ട്. സോ -2 നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. -2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 4xൽ നിന്നും -4xൽ നിന്നും -2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എന്തുണ്ട്? 2x ഉണ്ട്. ഇനി -6ൽ നിന്നും -2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എത്രയുണ്ട്?
3 ഉണ്ട് അല്ലേ. സോ നമുക്ക് എങ്ങനെ കിട്ടി? രണ്ടിടത്തും കോമൺ ആയിട്ടൊരു 2x+3 എന്ന് പറയുന്നത് കിട്ടി. ആ 2x+3 നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. സോ 2x+3 ഇൻറ്റു എന്തെന്ന് വരും? 2x+3 രണ്ടിടത്തുനിന്നും ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എന്ത് വരും? 3x - 2 എന്ന് കിട്ടും. സോ നമ്മുടെ ഈ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? x² കോയിഫിഷ്യന്റും കോൺസ്റ്റന്റ് ടൈമും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അത് നമുക്കൊരു വാല്യൂ കിട്ടും. ഇനി സം എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ്. അത് വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഫൈനൽ ഇങ്ങനെ എത്തും. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ 2x³ - 4x² - 2x + 3 അറ്റ് x = 2. അറ്റ് x = 2 ഈ പോളിനോമിയലിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പോളിനോമിയലിന്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അറ്റ് x = 2 എന്ന് പറഞ്ഞാൽ എന്താണ്? P(2) കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം? x ഉള്ളിടത്തെല്ലാം 2 കൊടുക്കുക. ദാറ്റ് ഈസ് 2 × 2³ - 4 × 2² - 2 × 2 + 3 എന്ന് വരും അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 × 2³ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. -4 × 2² എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. -4 + 3 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 × 2 16 -16 -4 + 3 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 16 പോയി 3 - 4 എന്ന് പറയുന്നത് എത്ര വരും? -1 എന്ന് വരും. ദെയർഫോർ വാല്യൂ ഓഫ് P(2) എന്ന് പറയുന്നത് എത്രയായിരിക്കും? -1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ഈ 10 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സൊല്യൂഷൻ PDF ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി ഇത് കൂടാണ്ട് നമ്മൾ അടുത്ത ഒരു 10 സെറ്റ് പ്രോബ്ലം ഉണ്ട്. അത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇന്നത്തെ PDF-നകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കുക. അതുകൂടാണ്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. നമ്മൾ ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് പോളിനോമിയൽ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത. ഓക്കെ, താങ്ക് യു.